വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കു സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. വയനാട്, മലപ്പുറം, തൃശൂർ, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കെ.വി. ബൈജു ചേരുന്നു. ബൈജു, മഴ 2 ദിവസമായി ഉണ്ട്. ഇന്നലെ രാത്രിയൊക്കെ അതിശക്തമായ മഴയായിരുന്നു ആ മേഖലകളിൽ. ഇന്നത്തെ സാഹചര്യം എന്താണ്? ഇപ്പോഴും മഴ തുടരുന്നുണ്ടോ? രഞ്ജിത്ത്, ഇന്ന് രാവിലെ മുതൽ മഴയ്ക്ക് നേരിയ കുറവുണ്ട്. പക്ഷേ വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ പ്രവചനമുള്ളത്. അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലാണ്. മലയോര മേഖലകളിൽ നമുക്കറിയാം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. പലയിടങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അത്തരത്തിൽ രാത്രി കാലങ്ങളിൽ മലയോര മേഖലകളിലെ യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിക്കുന്നു. ഒപ്പം ഈ തീരപ്രദേശങ്ങളിൽ വലിയ തിരമാലകൾ ഉണ്ടാകാനുള്ള, ഉയർന്ന തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. ഏതായാലും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കിയിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും നേരിടാൻ സജ്ജമാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ആരെയും തന്നെ ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടില്ല. മിക്ക പുഴകൾ, അതായത് 13ഓളം പുഴകളാണ് കാസർഗോഡ് ജില്ലയിൽ മാത്രമുള്ളത്. ഈ പുഴകളിലെല്ലാം ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. കാരണം ഇന്നലെ രാത്രി മുതൽ തുടർച്ചയായി പെയ്യുന്ന മഴ തന്നെയാണ്. ഒപ്പം എടുത്തു പറയാനുള്ളത് ദക്ഷിണ കന്നഡ ജില്ലയിലാണ്. ഈ പ്രദേശങ്ങളിലും ഇപ്പോഴും മഴ ശക്തമായി തുടരുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി പെയ്യുന്ന മഴ ഇപ്പോഴും അതേ രീതിയിൽ, അതേ തീവ്രതയിൽ തന്നെ തുടരുന്നുണ്ട്. പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിൽ തന്നെയാണ് വലിയ തോതിലുള്ള മഴ ഉണ്ടാകുന്നത്. തിങ്കളാഴ്ച വരെ ഓറഞ്ച് അലർട്ടാണ് ഈ ദക്ഷിണ കന്നഡ ജില്ലയിൽ ഉള്ളത്. കാസർഗോഡ് ജില്ലയിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് വരുന്നത്. ജാഗ്രത ഉണ്ടാകണമെന്ന അറിയിപ്പും ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. രഞ്ജിത്ത്, കെ.വി. ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.